നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMK ഫിഷിംഗ്. ഇതിൽ നന്നായിട്ട് ഞാൻ തേങ്ങ ചെറുകും. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. അങ്ങനെ ചെറിയ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്ത് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണെന്ന് അറിയോ? കണ്ടില്ലേ, പാഷൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് പാകമായി വരുന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കത് ഫുഡ് കഴിക്കണം. അപ്പോൾ ആളവിടെ ഉണ്ട്. നമുക്കൊന്ന് അന്വേഷിച്ച് ചോദിച്ച് അവിടെ വരെ പോവാം. മിസ്റ്റർ ഉണ്ണി ജോർജ് ദേ നിൽക്കണു, നമ്മൾ കാണാൻ വന്ന മഹാൻ. ഇതേ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഉണ്ണിച്ചേട്ടനെ കാണണം എന്നുള്ളത്. അതെ, വർഷങ്ങളായി പരിചയപ്പെട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ കാണണം എന്ന് തോന്നിയ ഒരു യൂട്യൂബറാണ്. ഓർമ്മയുണ്ട് അന്നത്തെ കാര്യം? അന്നേ ഞാനും എൻ്റെ ഫാമിലിയും, എൻ്റെ കുട്ടി, സിസ്റ്ററിൻ്റെ കുട്ടി, ഫാമിലി അടക്കം ഞങ്ങൾ എല്ലാവരും വന്നു. ഈ കുമ്പളങ്ങി നൈറ്റ്സ് റിലീസ് ചെയ്ത സമയമല്ലേ അത്? അപ്പം ആ സമയത്ത് കുമ്പളങ്ങി വരെ ഒന്ന് പോകണം. കുമ്പളങ്ങി എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ, നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ചോദിച്ച് കുമ്പളങ്ങി എത്തി. പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വിളിക്കണം ഉണ്ണിച്ചേട്ടനെ. അതെ, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നൊരു ഫാമിലിയാണ്, എൻ്റെ പേര് റെമി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണേ. ഉണ്ണിച്ചേട്ടൻ്റെ ഒരുപാട് ഫാൻസ് വീട്ടിലുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര ആരാധകനാണ്. അങ്ങനെ നോക്കിയപ്പോൾ പുള്ളി വൈഫ് ഹൗസിലായിരുന്നു. എവിടെയായിരുന്നു അത്? വൈപ്പിനിലായിരുന്നു. അങ്ങനെ നിരാശരായി ഞങ്ങൾ വീട്ടിലോട്ട് പോയി. പിന്നെ കുറച്ച് കറങ്ങി, ഒന്നും കാണാൻ പറ്റിയില്ല.
ഭയങ്കര നിരാശയായിരുന്നു. അതെ എനിക്കത് അല്ല അവിടെ തൃശ്ശൂരിന്ന് ഇവിടം വരെ വന്നപ്പോ കാണാൻ പറ്റില്ല. ശരിക്കും നേരത്തെ ഒന്ന് വിളിച്ചിരുന്നതായിരുന്നു. അതെ അപ്പം എന്തെങ്കിലും ഈ പ്രാവശ്യം നമ്മള് സെറ്റ് ചെയ്ത് വന്നു, പ്ലാൻ ചെയ്ത് വന്നു. ഭയങ്കര സന്തോഷമായി. ഞാൻ ആ സമയത്തൊന്നും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കാര്യമായിട്ട് ആലോചിച്ചിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു റൂട്ടിലോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നു. ഇപ്പൊ വന്നു. മിണ്ടിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 2-3 തവണ ഞാൻ കോൾ ചെയ്യും. ഇനി ഞാൻ വിളിച്ചിട്ട് ഇവിടെ എന്താ പരിപാടി, ഇത് എല്ലാവർക്കും ഈ സാധനേ നിങ്ങളുടെ ചാനലിൽ കണ്ട മുതൽ ഒന്ന് തൊടാനെങ്കിലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആയുധം പരമ്പരയാണോ, തൊടാൻ പറ്റുമോ? അയ്യോ, ഇതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത് അറിഞ്ഞൂടാ. ഞാൻ വേറൊരു സാധനം ഇതിപ്പോ ഇതാണ്. ഇത് നമുക്ക് മീൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് മീനെ പോലെ ഉണ്ടല്ലോ. മീനെ പോലെ വെള്ളത്തിൽ എറിഞ്ഞ് വലിക്കുമ്പോ ശരിക്കും മീനിന്റെ പോലെ തന്നെ വരും. മീനപ്പോ ഇത് എവിടെ പിടിക്കുക? ഇത് പറഞ്ഞ ഇതിന്റെ അടിയിൽ കൊളുത്തുണ്ടാവും, ഹുക്ക് ഉണ്ടാവും. ഈ കൊളുത്ത് ഹുക്ക് ഉണ്ടാവും, പക്ഷെ ഹുക്ക് ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എറിഞ്ഞ് നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ എറിഞ്ഞ പുറകില് മുതുകത്തിരിക്കും കൊളുത്ത്. ഇതാ ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോഴേ സാധനം മുതുകത്ത് കൊള്ളും. സൂക്ഷിച്ചില്ലേ പണി പാടില്ല. ഇതിന്മേൽ കൊളുത്തുണ്ടല്ലോ, ഇതുണ്ടോ? ഓക്കെ ഓക്കെ. മീൻ ശരിക്കും എവിടെ കൊളുത്തുണ്ടാവാ? ഈ കൊളുത്തിൽ ഏതെങ്കിലും മീനൊന്ന് വീഴും. ഇത് ശരിക്കും മീൻ വരുന്ന പോലെയാ വരുന്നത്. ഞാൻ കാണിച്ചു. ഓക്കെ ഓക്കെ, നമുക്ക് അതൊന്ന് കാണാട്ടോ. ഇതൊക്കെ എന്റെ ഒരു ഗോൾഡൻ മൊമെന്റ്സ് ആണ് ശരിക്കും. ഈ OMKV ഫിഷിങ്ങിൽ ഉണ്ണി ജോർജിന്റെ കൂടെ ചൂണ്ടയിടാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഓക്കെ ഓക്കെ. അപ്പൊ അത് മറ്റു മീനുകൾക്ക് ഇതൊരു മീനാണ്, അങ്ങനെയാണോ? ഇത് റോഡ്. ഇതിനെന്താ പറയാ? ഇത് റോഡ്. റോഡ്. ഇത് റീല്. റോഡെന്ന് പറഞ്ഞപ്പോ അവിടെ കൂടി ഓടണം. ഇതിനൊക്കെ അത്യാവശ്യം വിലയുള്ള സാധനമാട്ടോ. ഇതിപ്പോ സെന്റിനൽ ഇതിനധികം വിലയില്ല, ആ റീലിന് അധികം വിലയില്ല. പക്ഷെ ഭയങ്കര വിലയുടെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എത്ര രൂപ വരാവും ഇതിന്? 60,000 രൂപയുടെ റീല്, 25,000 രൂപയുടെ റോഡ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ. വലിയ വലിയ മീനുകളാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഏതാ കൈ? വലത്തെ കൈ, വലത്തെ കൈ. ഇത് അപ്പൊ ഇതിങ്ങനെ ഇടത്തേക്ക് പിടിക്കാം. ഇടത്തെ കൈയിൽ പിടിച്ചിട്ട് ഇത് റീലാണല്ലോ. അപ്പൊ ഇതാണ് നൂലുണ്ടോ? നൂലുണ്ട്. നൂലുമേൽ പിടിച്ചിട്ട് ഇത് തുറക്കണം. നൂലുമേൽ പിടിച്ചിട്ട് ഇത് തുറക്കണം. ഇതാണ് ബെയില്. തുറന്നു കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് വലത്തെ കൈയിലേക്കാണ്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് എറിയണം. ഇതുമേൽ ചുറ്റി വെച്ചേക്കണതാ. വിട്ട് വെള്ളത്തിൽ പോയി കഴിയുമ്പോൾ ഇത് അടക്കണം. അടച്ചിട്ട് ഇത് തിരിക്കണം. ലോക്കാക്കണം. ഭയങ്കര ഒരു കലയാട്ടോ. ഇതൊരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ അത്ര എളുപ്പമല്ല. കുറച്ച് നാൾ പിടിക്കും, സമയം എടുക്കും. അതിന്റെ ആക്ഷൻസ് പഠിച്ചു വരാൻ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ തോറ്റു തുന്നം പാടും. ഇല്ല, നോക്കിയോ. ഓക്കെ. ഇടത്തേക്ക് പിടിച്ച് എടുത്ത് വലത്തോട്ട് ഈ ഇവിടെ പിടിക്കാം. ഇടത്തേക്ക്. എന്നിട്ട് അത് ലോക്ക് ചെയ്യും. എന്നിട്ട് ഇനി കറക്റ്റ്. അപ്പൊ ഈ ഇടത്തേക്ക് ഇവിടെ പിടിക്കണം. ഇടത്തേക്ക്. ഇത് അപ്പുറത്തെ ഈ ഭാഗം. ഇതില് നന്നായിട്ട് ഞാൻ തേങ്ങ ചിരകും. ഇപ്പൊ നമ്മളിങ്ങനെ കറക്കണം അല്ലേ? ഉണ്ണിച്ചേട്ടൻ ആക്ച്വലി ഇതിങ്ങനെ കറക്കുന്ന കാണുമ്പോ ഞാൻ വിചാരിച്ചത് ഇതിപ്പോ എന്താണ്, ഇങ്ങനെ വലിക്കുന്നു, അങ്ങോട്ട് ഇടുന്നു, കറക്കുന്നു. ഈ കയ്യിൽ തന്നെ ഭയങ്കര ഒരു ശാസ്ത്രം. പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. ഇതിപ്പോ ട്രോളുകൾ വലവീശി പിടിക്കാണോ? എനിക്ക് സംശയമുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ ശരിക്കും ഇത് പഠിക്കുമ്പം നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനൊക്കെ ആൾക്കാർ കുറവായിരുന്നു. അല്ല, പറഞ്ഞു തന്നിട്ടുണ്ട് ആൾക്കാർ. എന്നാലും നമ്മള് കൊറേയൊക്കെ നമ്മൾ തന്നെ വരണം അല്ലേ? ഇതിപ്പോ ശരിക്കും ഇതുമായിട്ട് സിങ്ക് ആവണമെങ്കിൽ ഏകദേശം എത്ര നാൾ പിടിക്കും? 2 വർഷമൊന്നുമല്ല, ഒരു കുറച്ചാൾ മതി. രാവിലെ വൈകിട്ടൊക്കെ മീൻ പിടിക്കാൻ പോയി കുറച്ചാളുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. പ്രശ്നമൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, മീൻ കിട്ടുക എന്നുള്ളത് പെട്ടെന്നൊന്നും നടക്കണ കാര്യമില്ല. നമ്മളുടെ ആ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും മീൻ കിട്ടുന്നത്. ഇവിടെ ഈവനിങ്ങിൽ എല്ലാവരും വരുവാറുണ്ടോ ഇവിടെ സ്ഥലത്ത്? ഇല്ല, ഈ പ്രോപ്പർട്ടി ഇത് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് നിസാമുക്കയുടെ കയാക്കിംഗ് ക്ലബ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ വരുന്നത്. മനസ്സിലായി? അപ്പം അതുമായിട്ട് നമ്മളിവിടെ താമസിക്കും. ആ പരിപാടി കേട്ട് 1-2 ദിവസമൊക്കെ നിൽക്കാറുണ്ട്. അങ്ങനെ ഇന്നും വന്നൊക്കെ പോകുന്നു. അതെ ഉണ്ണിച്ചേട്ടാ,
ഇപ്പൊ ഇത് ഞാൻ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇത് വേറൊരു മീൻ പോണു, കാണാത്തൊരു മീനിന്റെ കളറാണല്ലോ എന്നൊക്കെ. ഇതാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ലൂർ എന്ന് പറയുന്നത്. ശരിക്കും മീൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ 3 അടിയിൽ ഇതിന്റെ 3 കൊളുത്തുണ്ട്, മനസ്സിലായി. അപ്പൊ ഇത് ശരിക്കും മീൻ വരുന്ന പോലെയാണ് വെള്ളത്തിൽ കൂടി വരിക. ഇതിന് എന്താണ് ഇതിന്റെ നാക്കെന്ന് പറയാൻ വേണമെങ്കിൽ ഇത് ഇതിന്റെ നാക്കാണ്. അതെ, നാക്കെന്ന് പറയാം. അപ്പം ഇത് നന്നായിട്ട് കുറച്ച് അടിയിലേക്ക് പോകുന്ന ഇത് ടോപ്പ് വാട്ടർ ലൂറുണ്ട്, മിഡ് വാട്ടർ ഉണ്ട്, അണ്ടർ വാട്ടർ ഉണ്ട്. ഈ നാക്കിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് മീൻ ഇത് അടിയിലേക്ക് പോകും. അപ്പൊ അടിയിൽ സഞ്ചരിക്കുന്ന മീനുകളെ പിടിക്കാനായിട്ട് അടിയിലേക്ക് പോകണം ഈ സാധനം. ഇപ്പൊ ഇതൊരു മിഡ് വാട്ടറിൽ വരുന്നതാണെങ്കിൽ മിഡ് വാട്ടറിലുള്ള മീൻ, ടോപ്പ് വാട്ടർ വരുമ്പോൾ ഇതുണ്ടാവില്ല. അപ്പൊ ആ ടോപ്പ് വാട്ടറിലെ മീനുകൾ അങ്ങനെ പല തട്ടിൽ നിൽക്കുന്ന മീനുകളെ പിടിക്കാൻ പല രീതിയിൽ. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഭയങ്കര ഡേഞ്ചറാണ്. അതായത് മീൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മീൻ പുറകെ വന്നിട്ട് ഇത് ശരിക്കും മീനാന്ന് പറഞ്ഞാൽ ഇതിന്മേട്ട് അടിക്കും. മിക്കവാറും തലഭാഗത്തായിരിക്കും അടിക്കും. അപ്പൊ ഏതെങ്കിലും കൊളുത്താൻ്റെ മേത്ത് കയറും. അതാണ് ഇങ്ങനെ ഈ കൊളുത്തുകളിലാണ് മീൻ കയറുന്നത്. ഇത് ഒരു ഫൈബർ ഫൈബറോ അതന്നെ, അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും അല്ലേ? അതെ അതെ അതെ, പല മെറ്റീരിയൽ ഉണ്ട് കേട്ടോ, പല മെറ്റീരിയൽ ഉണ്ട്. മരത്തിൽ ഒരേ ഹാൻഡ് മെയ്ഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് വിലയുണ്ട്. ഇതിനൊരു 500 രൂപ വരും. ഇതിന് മാത്രം ഓരോ മീനിനും ഓരോ ലൂറുകളാ ഉപയോഗിക്കാം. ഇതിലിപ്പോ കാളാഞ്ചി, ചെമ്പല്ലി അങ്ങനത്തെ കിട്ടും. വാഗ കിട്ടും, വാഗ വരാലി അതൊക്കെ കിട്ടും. പക്ഷെ എന്റെ വ്ളോഗിൽ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ട്രൂ സ്റ്റോറി അതിങ്ങനെ പറഞ്ഞു പോകണം. അതായിരുന്നു മെയിൻ അട്രാക്ഷൻ. സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണാൻ ട്രൈ ചെയ്യാറുണ്ടോ? അങ്ങനെ കാണാറുണ്ട്. ചില ആൾക്കാർ കാണണം എന്ന് പറഞ്ഞ് വരാറുണ്ട്, വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവരായിട്ട് നല്ല സൗഹൃദം. പിന്നെ തീർച്ചയായിട്ടും എല്ലാത്തിനും അഭിപ്രായം പിന്നെ അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. സത്യമാണ്. ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ഒരുപാട് പേര് നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഈവൻ കുറെ പേര് കണ്ടുട്ടോ എന്റെ റിമിസ് വണ്ടർ വേൾഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഈ 10-16 വർഷം ഇങ്ങനത്തെ ഒരു ജോലി ചെയ്തിട്ടും ഇതൊരു വേറൊരു സന്തോഷം. സന്തോഷം കിട്ടും. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ഇദ്ദേഹം നിസാമുക്ക ഉണ്ണിച്ചേട്ടന്റെ ഫ്രണ്ടാണ്. അവിടെ ഇരിക്കുന്ന ഞാൻ കുറച്ചിടത്തെ കണ്ടു, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്രയും വലിയ കയാക്കിംഗ് മുതലാളിയാണെന്ന്. ഇല്ല കയാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയണത്? ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫിഷിംഗ് ഇൻ കയാക്ക്. കയാക്ക് ആംഗ്ലിംഗ് എന്നാണ് ശരിക്കും സ്പോർട്സ് ഫിഷിങ്ങിന് നമ്മൾ പറയുന്നത്. നമ്മൾ ഇച്ചിരി പ്രൊഫഷണലായിട്ട് ഫിഷിങ്ങിനെ കുറച്ച് എന്താ പറയുക ഒരു ഹോബിയായിട്ട് പാഷനായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം. അതിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര വൈഡ് റേഞ്ച് ആയിട്ട് ആൾക്കാർ കയാക്കിംഗ് അല്ല എസ്പെഷ്യലി ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ കയാക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് ആൾക്കാർ അധികം വന്നിട്ടില്ല. കയാക്കിംഗ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഫിഷിംഗ് വേറെ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി സിങ്ക് ചെയ്തിട്ട് കയാക്ക് ആംഗ്ലിംഗ് എന്നും പറഞ്ഞിട്ട് ഇന്ത്യസ് ഫസ്റ്റ് കയാക്ക് ആംഗ്ലിംഗ് ക്ലബ്ബാണിത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഉണ്ണിയൊക്കെ ഇവിടെ വന്ന് എത്തിപ്പെട്ടത്, ഞങ്ങൾ തമ്മിലുള്ള പരിചയം. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ഒന്നല്ല, നമുക്കിവിടെ അധികം പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഇൻഡിവിജ്വലി ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും കൂടി ഒത്തുചേരാനായിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു ഓപ്ഷനിൽ വേറെ ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ വള്ളത്തിന് പോയിട്ട് മീൻ പിടിക്കുന്നത് കോമൺ ആയി വരുന്നുണ്ട്. റോഡും റീലും ഉപയോഗിച്ച് മറ്റേ ഇത് വലയിട്ട് പിടിക്കുന്നതല്ല, അതായത് വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കയാക്കിങ്ങിലേക്ക് ഉടനെ മാറും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്നെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ ചേട്ടാ? പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല. കയാക്ക് ഫിഷിംഗ് അല്ല, ഫിഷിംഗ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫിഷിങ്ങിനെ കുറിച്ചുള്ള ബേസിക് നമ്മൾ കരയിൽ നിന്ന് പഠിക്കുക. 2 വർഷം പിടിക്കുമല്ലോ. ഇല്ല അതൊന്നും എടുക്കില്ല. അപ്പൊ അതൊന്ന് ബേസിക് നമ്മളെ കൈ ഒന്ന് അതിനൊന്ന് യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ കയാക്കിങ് രണ്ടും എക്സ്ട്രീം സ്പോർട്സ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞില്ലേ, ഇതിപ്പോ ഹുക്കില്ലാതെ നിങ്ങൾക്ക് തന്നത്, ഹുക്കൊക്കെ ഇട്ടിട്ട് തന്നിട്ട് കഴിഞ്ഞാൽ കയാക്കയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ലാൻഡിൽ നിന്ന് ചെയ്യുന്ന കംഫർട്ട് ഫീൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ വൺസ് കയാക്കിങ് ഇത് വലിയൊരു സംഭവമല്ല, വളരെ ഈസിയാണ്. അറിയാവുന്നവർക്ക് ഭയങ്കര ഈസിയാണ്, അറിയാൻ മേലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതെന്തായാലും ട്രൈ ചെയ്യാതെ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. പക്ഷേ പുഴ ഇപ്പൊ നല്ല ക്ലീൻ ആണ്, നല്ല ക്ലിയർ വാട്ടർ ആണ്. പിന്നെ അഥവാ വെള്ളത്തിൽ പോയാലും മുങ്ങി പോകാതിരിക്കാനുള്ള സേഫ്റ്റി നമ്മൾ തന്നോളാം. എങ്ങാനും വെള്ളത്തിൽ വീണ് പോയാൽ പോകണേന്ന് പ്രാർത്ഥിച്ച വേറൊരാൾ ക്യാമറാമാന്റെ പുറകിലുണ്ട്. അല്ല ഇപ്പൊ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹിക്കുന്നതും അതൊക്കെ വെള്ളത്തിൽ വീഴുന്നത് എന്തായാലും വൈറലാവും.
അപ്പൊ ഒരു വൈറൽ എപ്പിസോഡിന് സാധ്യതയുണ്ട്. പോയി വീണോ? ആ, പിന്നെ അതൊക്കെ അവര് വളരെ നന്നായിട്ട് ഹസ്ബൻഡ് എൻജോയ് ചെയ്തു. ചെറിയ കുട്ടികൾ തൊട്ട് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഇത് ഓൾ അബൌട്ട് പാഷൻ. അതെ, അല്ലാതെ ഇത് ഏജോ ഒന്നും അങ്ങനെ ഒന്നുമില്ല. ഇത് സ്പോർട്സ് ഒന്നും അല്ലല്ലോ, നിങ്ങൾ കാര്യം തോപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവിടെ കയാക്കിങ്. മാനസിക ഉല്ലാസം അത്ര അതാണ് കാര്യം. അപ്പോഴേ ഈ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കിടന്നാലോ? താല്പര്യമില്ലേ? ഇല്ല. അപ്പൊ എന്തായാലും നമ്മള് ഇവർക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നീങ്ങാം. ഇത് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ മട്ടൻ മന്തി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഇതിന് മുന്നേ സീനൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അല്ല, എനിക്ക് അങ്ങനെ മന്തി അങ്ങനെ അധികം ഞാൻ കഴിക്കാറില്ല. എനിക്ക് ചോറും കറിയൊക്കെ തന്നെ ഇഷ്ടം. ചോറും കറി ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ മതി. പക്ഷെ ഇതൊരു വെറൈറ്റി ആയില്ലേ? അല്ല, സംഭവം വെറൈറ്റി. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഒരാൾ നമുക്ക് ഭക്ഷണമായിട്ട് കാണാൻ വേണ്ടി വരുന്നത്. പലരും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഭക്ഷണമായിട്ട് ആദ്യമായിട്ട് ഒരാൾ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കൂടി കഴിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ അതുകൊണ്ട് മട്ടൻ മന്തിയിൽ തുടങ്ങാന്ന് കരുതി. അപ്പൊ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കണമെന്നായിരുന്നു ഉണ്ണിച്ചേട്ടാ എന്റെ ആഗ്രഹം. യെസ്, എനിക്കിത് അറിഞ്ഞൂടാ. പക്ഷെ അറിയാവുന്ന പോലെ ഞാൻ ഒരു ദിവസം വന്നിട്ട് കുക്ക് ചെയ്ത് തരാം. അടിപൊളിയായിരിക്കും. കഴിക്കാം നമുക്ക്. ഓക്കെ, അതിസാഹസികമായ ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഞാനിതെങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് കൊടുക്കാം. നമ്മളവിടെ കളി കഴിക്ക്. ആദ്യം കുറച്ച് വെള്ളമാവാം. ഈ കഴിക്കുന്നതിനേക്കാളും കഴിപ്പിക്കുന്നതിലാണ് നമുക്ക് താല്പര്യം. ഞാനും ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണ് എനിക്കും താല്പര്യം. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ അധികം കഴിപ്പിക്കാറില്ല. കാര്യം ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉണ്ണിച്ചേട്ടന്റെ ഫുഡ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് ആരായിരിക്കും? നമ്മുടെ ക്യാമറമാൻ. അതാണ് അങ്ങനെ മെലിഞ്ഞിരിക്കണേ. അതെ, അവൻ തന്നെയാണ് തിന്നണത്. ആൾക്കാർ പറയാം അവൻ എന്തെങ്കിലും കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കഴിക്കാറുള്ളൂ. പുള്ളിയാണ്. ഫുള്ളെന്ന് പറയണില്ല, എന്നാലും മുക്കാൽ ഭാഗം കഴിക്കണത് നമ്മുടെ ആളാണ്. പുള്ളി ഇപ്പൊ 6 പാക്കിന് വേണ്ടി ട്രൈ ചെയ്യാൻ. 6 പാക്ക് അല്ല, റൈസ് പാക്ക്, ഒറ്റ പാക്ക്. ഞാനേ ഉണ്ണിച്ചേട്ടന്റെ വീഡിയോയിൽ ആദ്യം കാണുന്നേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ കുമ്പളങ്ങിയിലോട്ട് പോകുമ്പോൾ ഒരു റെസ്റ്റോറന്റ്, ആ റെസ്റ്റോറന്റില് ഒരു ദിവസം, ഇപ്പഴൊന്നല്ല പണ്ട് അതാണ് നമ്മുടെ ക്യാമറമാന്റെ കട. ബിഞ്ചേട്ടൻ വന്നിട്ട് റിവ്യൂ ചെയ്ത് ആ എപ്പിസോഡാ ഞാൻ കണ്ടേ. ഒരു നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടാ അഭിപ്രായം. ഉണ്ടാക്കി കൊണ്ടുവന്നല്ലോ, മേടിച്ചിട്ടൊന്നല്ലേ. എന്തായാലും ഞാൻ അവിടുത്തെ ഉണ്ടാക്കി കൊണ്ടുവന്നാണെങ്കിൽ പറഞ്ഞു. എന്നാലും ഒരു അഭിപ്രായം പറയാം. മട്ടനാണല്ലേ? മട്ടനാണ്. ഇത് വെറും മന്തിയാണോ കുഴിമന്തിയാണോ? ഇത് കുഴിമന്തി. ഭയങ്കര തിരക്കാണ് അവിടെ എപ്പോഴും. കുഴി ഇല്ലാണ്ടൊക്കെ മന്തി ഉണ്ടാക്കണ്ട, അപ്പൊ അതാ ഞാൻ ചോദിച്ചു. ഇത് കുഴി ഉണ്ടാക്കിയിട്ടുള്ള മന്തിയാണ്. OMKV ഫിഷിംഗ്. സാധാരണ OMKV എന്ന് വെച്ചാൽ അതന്നെ. അപ്പൊ ആ പേര് വെച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ. അപ്പൊ ശരിക്കും എന്ത് തോന്നി ആ സമയത്ത്? വേറൊരു പേരും കിട്ടിയില്ലടോ തനിക്ക് ആരെയും ചോദിച്ചോ? അതായത് OMKVനെ പറ്റി എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തോണ്ടാണ്. എല്ലാവരുടെ മനസ്സിൽ ഓരോ നെഗറ്റീവ് എനർജി ഉണ്ട്. ആ OM ഉണ്ടല്ലോ, അതാണല്ലോ പ്രശ്നം. ആ എമ്മിന്റെ അവിടെ നമുക്ക് എന്ത് വേണേലും വെക്കാം. ആ O കഴിഞ്ഞിട്ട് എമ്മിന്റെ അവിടെ അപ്പൊ R വെക്കണേ. ORKV എന്ന് പറഞ്ഞാൽ ഓടു റെമി കണ്ടം വഴി എന്നാണ്. എം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മീൻ തന്നെയാണ്. അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഞാനും വിചാരിച്ചു ഇതൊന്നും കാണാതെ ഇങ്ങനെ ഒരു പേര് വെക്കൂലല്ലോ. അപ്പൊ ഈ എം ആ എം അല്ല, ഈ എം മീനാണ്. വീട് പണി എന്തായി? ഞങ്ങൾ ഹൗസ് വാമിന് വിളിക്കാനായോ? അല്ല, വീട് പണിയും വാർക്കലൊക്കെ കഴിഞ്ഞ് ഞാനും ആയി വരുന്നേ ഉള്ളൂ. ഇലക്ട്രിക്കല്, പ്ലംബിങ്, അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി വീട്ടിലോട്ട് വരണം എന്ന് തന്നെയാ വിചാരിച്ചത്. കാരണം മുടങ്ങിപ്പോയ ഒരു കുമ്പളങ്ങി യാത്ര ഉണ്ടായിരുന്നേ. അപ്പൊ അതങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ച, പിന്നെ പറ്റിയില്ല. ഇവിടെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതല്ല, ഇതിപ്പോ നമുക്ക് കുറച്ചും കൂടി സുഖമാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ശാന്തമായി ഒഴുകുന്ന പുഴയുടെ തീരത്തിരുന്ന്. പുഴ ശാന്തമാണോ ഇല്ലയെന്ന് കുറച്ച് കഴിയുമ്പോ നമുക്ക് നോക്കാം. നോക്കാല്ലേ? പുഴയൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മള്.
കയാക്കുണ്ട്, നമുക്ക് കയാക്കിൽ കയാക്കിങ് പോണം. കയാക്കിങ്ങിന് വേണ്ടി ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ. ഈ കയാക്കിംഗ് പ്രേമികൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉണ്ണിച്ചേട്ടാ, ഇപ്പൊ ഈ യൂട്യൂബിനകത്ത് വൻ കോമ്പറ്റീഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും താങ്കൾക്ക് അത് അനുഭവപ്പെടാറുണ്ടോ? അനുഭവപ്പെടാറുണ്ടോന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ കണ്ടന്റ് ആയിട്ട് പോവാ, അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, നമ്മളുടെ പുറകെ വന്ന ആൾക്കാരുണ്ട്, നമ്മളുടെ മുമ്പേ വന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ മുമ്പേ വന്ന ആൾക്കാരുടെ ഒപ്പം വേണ്ടി പോകുന്നു, നമ്മുടെ പുറകെയുള്ള ആൾക്കാർ നമ്മുടെ ഒപ്പം വേണ്ടി വരുന്നു. ചിലപ്പോൾ അവർ നമ്മളെ കയറി പോവും, നമ്മ കുറച്ച് താന്നു പോവും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുമ്പേ വന്ന ആൾക്കാരുടെ കയറി പോവും, അവർ കുറച്ച് താന്നു പോവും. ഇതിങ്ങനെ കയറി കുറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പോകുന്നു. നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വിചാരിച്ച് ഒരു മത്സര ബുദ്ധി ഒന്നും നടക്കണ വർക്കൗട്ട് ആവില്ല അല്ലേ? നമ്മുടെ ആ ഫിഷ് ഉണ്ടല്ലോ, അരാപൈമ, 1 മില്യൺ കഴിഞ്ഞ് മുന്നോട്ട് പോയി. അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നോ? ഞങ്ങക്ക് കാണുമ്പോഴേ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു മീനാണോ അത്? അല്ലല്ലോ, ഭയങ്കര പാടല്ലേ? എനിക്ക് മനസ്സിലായത് എത്ര ഹാർഡ് വർക്ക് ചെയ്തില്ല. കാര്യം ഇപ്പൊ ചെറിയ മിനിറ്റ്സിലാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് കാണിക്കണേ, പക്ഷെ അതിന് വേണ്ടി എടുത്ത വർക്ക് വളരെ വലിയൊരു എഫേർട്ട് അല്ലേ? അത് അപ്രീഷിയേറ്റ് ചെയ്യാണ് കേട്ടോ. അത് മാത്രല്ല, എല്ലാം എന്നെ പിടിക്കാൻ പോകുമ്പോഴും സെയിം ഫീലിംഗ് ആണ്. നമ്മള് ലേറ്റായിട്ട് ക്യാമറ കാര്യമല്ല, ഇത് ഭയങ്കര ശ്രദ്ധയായിട്ടും ഭയങ്കര കാര്യമായിട്ടും ഞാൻ. പിന്നെ അല്ല, നമുക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട്, താല്പര്യമുണ്ട്. അപ്പൊ താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മളിത് മീൻ കിട്ടിയാലും ഇല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലേ നമ്മള് കഴിച്ചിട്ട് കൈ കഴുകാണ് വേണ്ടേ? കൈ കഴുകണം. ഞാൻ കൈ കഴുകിട്ടാ കഴിക്കാൻ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാൻ കുറച്ച് മോശമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് കയാക്കിങ്ങിലേക്ക് പോകും. ഞാൻ ഉണ്ണി ജോർജ്, നമ്മൾ കാണുന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സ്റ്റാലിൻ. ശരിക്കും സ്റ്റാലിനെ പരിചയപ്പെടുത്തും എനിക്ക് പുഴയെന്ന് നീന്തി പൊങ്ങി വരുന്ന സ്റ്റാലിനായിരുന്നു എന്റെ മനസ്സിൽ. സ്റ്റാലിന് ഇത് ശരിക്കും ഒരു പാഷൻ അല്ലേ ഇപ്പൊ? ഇങ്ങനെ OMKVയുടെ കൂടെ ഇങ്ങനെ പോവാ, മുന്നോട്ട് പോവാ. ഇതുപോലൊരു കൊളുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്തതാണോ? ഇപ്പൊ അങ്ങനെ പുള്ളി ഇതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പോണ ഒരു രസം ഉണ്ടായിരുന്നു. എല്ലാപ്പോഴും ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ആയി വന്നാണ് അല്ലേ? ചാനലായി. പക്ഷെ അത് നന്നായില്ലേ എന്തായാലും അല്ലേ? നല്ല കാര്യങ്ങളായി. നമുക്ക് ലൈഫ് ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സ്റ്റാലിൻ ഫാമിലി, എനിക്ക് 2 അനിയത്തി, അപ്പനും വിവാഹം ആയിട്ടില്ല. എന്തുകൊണ്ട്? അത്ര ആയിട്ടില്ല അല്ലേ? അല്ല, ഇപ്പൊ ആലോചനകൾ നടക്കണ്ടോ? വിറക്കണു. വീഡിയോ ഒക്കെ കണ്ട ആരെങ്കിലും ഒക്കെ. അതെ അതെ, അതിനാ ഞാനിപ്പോ എന്റെ വീഡിയോയിൽ വിളിച്ചത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ണിച്ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. ഈ കല്യാണം ഞങ്ങൾ കലക്കും. എന്തായാലും സൂപ്പർ. ചില ദിവസം ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഒറ്റ മീനും കിട്ടാണ്ടാവും. 5 ദിവസം കൊണ്ട് ചെയ്ത വീഡിയോ ഭയങ്കര കഷ്ടല്ലേ അത്? കിട്ടാണ്ട് കുറെ പ്രാവശ്യം പോകുന്നുണ്ട്. അല്ല, 5 ദിവസം കൊണ്ട് ആക്കിയ വീഡിയോസ് ഒക്കെ ഉണ്ട്. ഒരുപാട് റിസ്ക് എടുത്തിട്ട്. ബൈ, मैं आपको देखने के लिए इधर आया, आपको मिलने के लिए आया. ഏതാ കറക്റ്റ്? രണ്ട് ശരിയാണ്. मिलने के लिए मतलब अलग अलग होता हाँ, सब मालूम है आपको. അവനാണല്ലോ ഹിന്ദി, നമ്മളല്ലല്ലോ. कैसे हो? मैं आपका वीडियो देखा. अच्छा अच्छा है, अच्छा है, अच्छा है, इसलिए मैं आया. मलयालम मालूम है? थोड़ा थोड़ा समझ में आता है. समझ में आता है. वो आदमी कैसा है? हाँ, अच्छा है वो लोग. अच्छा है, दोस्त जैसा है. कायाकिंग मेरे साथ आप आओ. मैं नहीं, मेरे को थोड़ा टेंशन है. भाई आपके साथ नहीं आएगा. मैं नहीं जा सकता हूँ. भैया मैं साइकिलिंग करने जा. नहीं 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 आज छोड़ दो, आज छोड़ दो. छोड़ दो मुझे वो नहीं नहीं, ओ साइकिलिंग छोड़ दो, आज कायाक पे आओ. थोड़ा टाइम के लिए जा सकता हूँ. हाँ, थोड़े टाइम के लिए. देखो इधर देखो, आप मेरे साथ आओ. ठीक है. इतना क्यूट लड़की बोल आपका गर्लफ्रेंड गर्लफ्रेंड है? कॉल किया. गर्लफ्रेंड है आपको? नहीं घर से कॉल किया. सिंगल है, सिंगल. घर में कौन सा कौन कौन है? कौन है? चाहे कौन है? पिता है, माता जी है, भैया. आपका जगह किधर है? मेरा आसाम. आसाम? जी.
എന്നെ കണ്ടിട്ട് കുറെ പേര് ആസാമല്ല മേ കേരള केरला തൃശ്ശൂർ മേ आसाम का लड़की लगता है आपको? नहीं असम का भाषा में बताएगा वही मलयालम में മലയാളി ഹേ आप तो मलयाली है എന്നാലും ബായി മുഖത്ത് നോക്കി ക്യൂട്ടിലടിക്കും എന്നാലും പറഞ്ഞല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുള്ള ഇതെന്തോ അതെ, ഇവിടെ പലരും പറയുന്നു ഷെഹ്വിനോട് ഇപ്പൊ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. മേരെ സാത്താവോ ചിലപ്പോ വീട്ടിലോട്ട് പോരും മേരെ മേരെ സാത്താവോ ठीक है അപ്പൊ ബായ് ഷൂട്ട് ചെയ്തോ അല്ല അല്ല ഞാനുണ്ട് അല്ല അറിഞ്ഞ നമ്മുടെ ഭാര്യനെ അതെ നമ്മുടെ ബായിനെ പുള്ളിക്കാരി കൊണ്ടുപോയിട്ടുണ്ട് എനിക്കറിയാൻ പറ്റട്ടോ അവര് കയാക്കൊക്കെ എടുത്തിട്ട് വരട്ടെ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിസാമൊക്കെ കാണുമ്പോൾ എനിക്ക് മാത്തുക്കുട്ടീനെ ഒക്കെ ഏത് മാത്തുക്കുട്ടി? ആർജെ മാത്തുക്കുട്ടി മാത്തുക്കുട്ടി എനിക്ക് അതുപോലെയൊക്കെ തോന്നുന്നുണ്ട് ഫേസ് കട്ട്. അത് ഒരു കോംപ്ലിമെന്റ് ആണ്. ഓ അങ്ങനെയെന്നുള്ളത്. നിസാമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. ഇപ്പം വളരെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഏറെക്കുറെ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ്. അത്ര 50,000 സബ്സ്ക്രൈബേഴ്സ് ആയി യൂട്യൂബില് അല്ലേ? ഒരു ചാനലുണ്ട്. അതും എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മള് എളിയ കുടുംബാണെങ്കിലും നമ്മള് പറയാ സപ്പോർട്ട് ചെയ്യാം. അയ്യോ ബായ് നാം ക്യാ ഹൈ ആപ്കാ? मेरा मेरा नाम मजीम है മജീം. അപ്പൊ ഇതിന് പാഡിൽ എന്ന് പറയുന്നത് പാഡിൽ പാഡിൽ ഇത് കണ്ടപ്പോ തന്നെ സംഭവം മനസ്സിലായല്ലോ. ഇതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? ഓക്കെ പാഡിലാണ് ഇതിന്റെ ഉള്ളുവശത്തേക്ക് ഒരു ടിൽറ്റ് കാണാം. ഇത് ഈ ടിൽറ്റ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാം. പാഡില് പിടിക്കുന്ന ഒരു പൊസിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ കൈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് കേട്ടോളാം. കൈ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് 90 ഡിഗ്രി ആംഗിൾ. 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, 90 ഡിഗ്രി. ഇതാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട പൊസിഷൻ. ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യല്ല ചെയ്യണം. ഈ പാഡിലില്ല, ഇതിന് ബ്ലേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതും ഇപ്പുറത്തെ സൈഡും തമ്മിൽ പണിതപ്പോഴത്തേക്ക് ഒരു ചെറിയ വളവുള്ള പോലെ തോന്നുന്നുണ്ടോ? ഇതിന്റെ സ്ട്രൈറ്റ് അല്ലല്ലോ. അല്ല 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 അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല. ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു. ഇത് ഇവിടെ ഒരിക്കലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ഇത് എപ്പോഴും ഇങ്ങനെ ഈസി റൊട്ടേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ ഒരു തവണ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത തവണ ഇതൊന്ന് ടിൽറ്റ് ചെയ്ത് പിടിക്കാം. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും കയ്യില്. ഇങ്ങനെ മുറുക്ക ഇങ്ങനെ കടിച്ച് പിടിക്കരുത്. വളരെ ഫ്രീ ആണ്, സിമ്പിൾ ആയിട്ട് ഫ്രീ ആണ്. ഒരു പൂ പറിക്കുന്ന പോലെ, പുഷ്പം പറിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് കയാക്ക് ചെയ്യാൻ പറ്റില്ല. കയാക്ക് ചെയ്യുമ്പോൾ കയാക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. അല്ല അത് വെള്ളത്തിൽ ചെല്ലുമ്പോ മനസ്സിലാവും. അതിന് നമ്മുടെ മജീം ഭായ് സപ്പോർട്ട് ചെയ്യും. ഈ കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ട് ആണ്. അത് നിങ്ങൾക്ക് കയാക്കിങ്ങിൽ അതീവ പുലിയാണ്. ഒരു പുലിയുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഈ പുലിയുടെ കൂടെ എന്നെ അയക്കുന്ന ഒരുപാട് പുലികളാണ്. അപ്പൊ പിന്നെ പോട്ടെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. യാത്രാമംഗളം നേരുന്നില്ലേ? എങ്ങനെയാ കേറുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോ.
മജിനും കൂടെ ചെയ്തു. മജി വളരെ ഫേമസ് ആണ് വിജയന്റെ ചാനലിലൂടെ. അപ്പൊ ഫിഷ് ട്രാപ്പ് ഉണ്ടപ്പോ നമ്മൾ എടുക്കാൻ പോവാണ്. ഫിഷ് ട്രാപ്പ് ഞാൻ രാവിലെ എടുത്ത് വലിച്ച ഫിഷ് ട്രാപ്പ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇത് കാര്യമായിട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതെ, പെട്ടെന്ന് പെട്ടെന്ന് ടക് 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 ടക്. അയ്യോ, എന്നെ ആരോ അങ്ങോട്ട് വലിച്ചോണ്ടാണ്. ഇത് 5 കിലോമീറ്റർ ഇല്ല എത്തി പൊങ്ങട്ടെ കിട്ടിപ്പോയ് പൊങ്ക് കിട്ടി. ഈ പുഴയെ മലിനമാക്കുന്ന രണ്ട് കുപ്പികൾ ഞാൻ എടുത്തു. കുപ്പി നമ്മള് ഇതിനു വേണ്ടി ഇട്ടതാ. അങ്ങനെ പറയല്ലേ, ഞാൻ പിടിച്ചാന്ന് പറ. കുപ്പി അതിന്റെ അത് തീറ്റി ഇട്ടിട്ടാണ് നമ്മൾ ഇട്ടത്. പക്ഷെ ഒന്നുമില്ല. തിരിച്ചിട്ടോ. റെഡി? അറിഞ്ഞോ? അതെ, ഞാൻ ഇതിന്റെ കൂടെ പോവാണെങ്കിൽ മോനെ നന്നായി നോക്കിക്കോളാം. റെഡി? ഇത്ര പറ്റുള്ളൂ. മതി. അപ്പൊ റമീസ് വണ്ടർ വേൾഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതെ, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ബിക്കോസ് ഉണ്ണിച്ചേട്ടന്റെ കൂടെ ഒരു എപ്പിസോഡ് ചെയ്യാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അല്ല, എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല സത്യത്തിൽ. നുണയല്ലല്ലോ, സത്യമല്ല. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ വിളിച്ചു അങ്ങനെ പുള്ളി പറഞ്ഞു ഓക്കെ മാഡം ഇന്ന് ഫ്രീ ആണ് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പോരും വഴി നമ്മളൊരു മട്ടൻ കുഴിമന്തിയുമായിട്ടാണ് വന്നത്. അദ്ദേഹം അത് കഴിച്ചു, ഇഷ്ടപ്പെട്ടു. സന്തോഷം. നെക്സ്റ്റ് എപ്പിസോഡിൽ എനിക്ക് കുക്ക് ചെയ്യില്ലേ കരിമീൻ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് കാര്യമായിട്ട് നമ്മുടെ വീഡിയോയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നന്നായിട്ടൊരു അടിപൊളി ഒരു വീഡിയോ പ്ലാൻ ചെയ്ത് നമുക്കൊരു തിരിച്ചു വരും, ഒപ്പിച്ചെടുക്കാം. അത് നമ്മുടെ ചാനലിലായിരിക്കും. അപ്പോൾ ഉണ്ണിച്ചേട്ടനും OMK ഫിഷിങ്ങിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. നിസാമുക്ക് ഒന്ന് വരും, നിസാമുക്കയുടെ ആരാധകർ എല്ലാവർക്കും വേണ്ടി. നിസാമൊക്കെ ആണോട്ടെ എനിക്കൊരു കോൺഫിഡൻസ് തന്നെ. കയാക്കിംഗ് എന്നുള്ളത് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് മാത്രമേ. ഇത് ഇപ്പൊ ആൾക്കാർ പറഞ്ഞു പേടിപ്പിച്ച് കയാക്കിംഗ് ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും പറയണ്ട. നിങ്ങക്ക് ചെയ്യാൻ പറ്റില്ല. നിസ്സാരം, അത്രേ ഉള്ളു. അപ്പൊ റമീസ് വണ്ടർ വേൾഡിന്റെ ഈ എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫാമിലി ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വരും. അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് പോവുള്ളൂ. തീർച്ചയായിട്ടും വരും, പോവും, എന്തായാലും പോവും. അപ്പൊ തൽക്കാലം എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ണിച്ചേട്ടാ 2 വാക്ക്. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും ദൂരം, അതായത് തൃശ്ശൂരിൽ നിന്ന്, ഇപ്പം ഞാൻ കൊച്ചിയിലല്ല ഉള്ളത്, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ കാണാനായിട്ട് ആദ്യം ഒരു പ്രാവശ്യം വന്നു തിരിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെയും വന്നു. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മൾ സാധാരണ കുക്കിംഗ് ഒക്കെ ചെയ്യണം, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പരമാവധി എൻജോയ് ചെയ്തു എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്ത വീട്ടിൽ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. തകർക്കാം. അപ്പൊ എല്ലാവരും ഒരുപാട് താങ്ക്സ്. ഞാനും താങ്ക്സ് പറയാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്തോണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല കൺസെപ്റ്റും പുതിയ വീഡിയോസ് ഒക്കെ ഇവരെ ആദ്യമായിട്ട് കയാക്കെ കയറിയവരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി, ഓഡിയൻസിന് വേണ്ടിയിട്ടല്ലേ? ഓഡിയൻസിനും കൂടി വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുവോ ഇല്ലെന്നൊക്കെ അത്രയും പേടിച്ച ഇറങ്ങിയത് തന്നെ. അപ്പൊ അത്രയും നല്ലൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അത് നിങ്ങളെല്ലാരും മനസ്സിലാക്കാതെ ഒരു സ്റ്റെപ്പ് കയറി ഭയങ്കര താഴ്ത്തായി. എല്ലാ യൂട്യൂബേഴ്സിന്റെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. അപ്പൊ ഒരു ഫസ്റ്റ് ഒരു നെല്ലിപ്പടി എന്താ ഇട്ട് കൊടുക്കുക. പിന്നെ അവരെങ്ങനെങ്കിലൊക്കെ ചാടി കയറിക്കോളും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ കാണാം. ഇങ്ങനെയാണ്